ഉള്ളവരെ അതിന്റെ ഭയാനകതകളാണ്. ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ കുറുകെ പ്രിയമുള്ളവരെ അന്ന് വിദൂരതയിൽ നിന്ന് നരകത്തിന് കാണുമ്പോ അതിന്റെ ഇരമ്പലും മറ്റാസവും മലർച്ചയും നിങ്ങൾക്ക് കേൾക്കാമെന്നുണ്ടെങ്കിൽ ആ നരകത്തിന്റെ മുകളിലൂടെയാണ് പാലം ഇങ്ങനെ കടന്നു പോകുന്നത്. ആ പാലത്തിന്റെ ഇരുവശങ്ങളിലായി വലിച്ചിടാനുള്ള കൊളുത്തുകളുണ്ട്, മുള്ളുകളുണ്ട്. അതിന്റെ കൊളുത്ത് അഗ്രഭാഗം വളഞ്ഞുപോയ മുള്ളുകളുണ്ട്. റാഞ്ചിയെടുക്കുന്ന വസ്തുക്കളും ആ ഒരു പാലങ്ങളിലുണ്ട്. രണ്ടറ്റങ്ങളിലൂടെ അതിന്റെ ആളുകളെ വലിച്ചുകൊണ്ട് ആ ജഹന്നമിലേക്ക് ഇങ്ങനെ തള്ളിയിടുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഭയാനകത കൺമുന്നിലൂടെ കാണുമ്പോ ഒരാൾ പോലും ഒന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ മുർസലുകളല്ലാതെ ഒരാളെ പോലും അവിടെ സംസാരിക്കുന്നില്ല. അന്ന് മുർസലുകളുടെ വാക്കെന്താണെന്നറിയുമോ? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഓരോരോ പ്രവാചകന്മാരുടെ ഉമ്മത്ത് പ്രിയമുള്ളവരെ ബഹുദൈവാരാധനയില്ലാത്ത ശിർക്കില്ലാത്ത ആളുകള് സിറാത്ത് പാലത്തിലൂടെ സ്വർഗം ലക്ഷ്യമാക്കി വരുമ്പോ ആദ്യമേ പാലത്തിലൂടെ കടന്നു പോകുന്ന പ്രവാചകന്മാര് അവരാ പാലത്തിൽ തന്റെ അനുയായികൾ ഇങ്ങനെ കടന്നു വരുമ്പോ പല രൂപങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകളുണ്ട്. നബിമാര് വേദനയോടെ പറയുന്നുണ്ട്, അല്ലാഹ് സല്ലിം സല്ലിം, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ആദ്യമായി സിറാത്ത് പാലങ്ങളിലൂടെ കടന്നു പോകാൻ അല്ലാഹു അനുവാദം കൊടുക്കുന്നത് ആർക്കാണെന്നറിയുമോ? മുത്തനബി പറയാണ്, ഫഅകൂന അവ്വല മൻ യജൂസു മിനർ റസൂലി ബി ഉമ്മത്തി, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സിറാത്ത് പാലത്തിലൂടെ കടന്നു വരുന്നത് ഞാൻ